മിക്കവാറും ജിസേലിനെ ബിഗ് ബോസ് ഈ ഒരു സീസൺ 7-ൽ നിന്ന് അടിച്ചിറക്കാനുള്ള സകല സാധ്യതകളുമുണ്ട്. കാരണം ഈ ഒരു സീസണിൽ എല്ലാവരും വന്നതിന് ശേഷം എല്ലാ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് കൊടുക്കുന്ന വസ്ത്രങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മേക്കപ്പ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ബിഗ് ബോസ് കൊടുക്കുന്നതല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. കാരണം ഈ ഒരു സീസണിൽ അങ്ങനെയാണ്. ഒന്നെങ്കിൽ നമ്മുടെ പണിപ്പുര ടാസ്കിൽ വിൻ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ബാഡ്ജ് സ്വന്തമാക്കിയവർക്ക് മാത്രമേ എല്ലാ ഡ്രസ് ഐറ്റംസും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. എന്നാൽ ജിസേൽ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എത്ര വാർണിംഗ് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഒളിച്ചും പാത്തും പാതി ഡ്രസ്സും അതുപോലെ തന്നെ പെർഫ്യൂമും ബോഡി ലോഷനും എല്ലാം ഒളിച്ചും പാത്തും എല്ലാം വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഫൈനൽ വാർണിംഗ്സ് എല്ലാവർക്കും കൊടുത്തതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്നേക്കുമായിട്ട് നിർത്തിവെക്കും, നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് പാലിക്കുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായതാണ്. ഒടുവിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് എടുത്ത സാധനങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള മേക്കപ്പ് ഐറ്റംസും ഡ്രസ് മെറ്റീരിയൽസും എല്ലാം തിരിച്ചു കൊടുത്തു. വീണ്ടും ജിസേലിനെ പൊക്കി ഓരോ ഡ്രസ്സും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നിട്ട് ഇന്നലത്തെ എപ്പിസോഡിലും ലൈവിലും പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്. നമ്മുടെ ആ ഒരു കഥ പറയൽ ടാസ്കിനിടയിൽ ബിഗ് ബോസിൻ്റെ ടീമിൽ ബെഡ്റൂമിൻ അകത്ത് വന്ന് ജിസേലിൻ്റെ കബോർഡ് തുറന്ന് ആ ഒരു ഡ്രസ് മെറ്റീരിയലും അതുപോലെ തന്നെ ബോഡി ലോഷനും മേക്കപ്പ് ഐറ്റംസും പെർഫ്യൂംസും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. ബിഗ് ബോസ് അതുപോലെ തന്നെ ലാസ്റ്റ് വാർണിംഗും ജിസേലിന് കൊടുത്തു, ഇനിയും ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനുള്ളിൽ നിന്ന് പുറത്താക്കുമെന്ന രീതിയിലൊക്കെ. ഇതിപ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ മിക്കവാറും ജിസേലിനോട് പറയും പെട്ടിയും കിടക്കെ എടുത്ത് വിട്ടു. കാരണം ഇതുവരെയും ജിസേലിന് ആ ഒരു ബിഗ് ബോസിൻ്റെ റൂൾ ഫോളോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ കൂടെ ജിസേൽ അണിഞ്ഞൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് നമ്മുടെ ആദില നോറയും അതുപോലെ തന്നെ അനുമോളും ചേർന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ക്യാപ്റ്റനായ ഷാനവാസിൻ്റെ അടുത്തും പറഞ്ഞു. ഷാനവാസ് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഡ്രസ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസോ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ, കാരണം ഇത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസ് ഇന്നലെ അവസാന വാർണിംഗ് കൊടുത്തതിന് ശേഷവും ജിസേൽ ഇത് തന്നെയാണ് ഫോളോ ചെയ്തു വരുന്നത്. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും പുള്ളിക്കാരത്തി പാലിക്കുന്നില്ല. ഭയങ്കര മേക്കപ്പൊക്കെ അണിഞ്ഞ് കൊടുക്കാത്ത വസ്ത്രങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചും മേക്കപ്പ് ഐറ്റംസും ഒക്കെ ഒളിപ്പിച്ച് വെച്ചും യൂസ് ചെയ്താണ് ഇതുവരെ മുന്നോട്ട് പോകുന്നത്. ഇതിപ്പം വീക്കെൻഡ് വന്നു കഴിയുമ്പോൾ ലാലേട്ടൻ എന്ത് പറയുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. മിക്കവാറും ജിസേൽ എയറിലേക്ക് കയറാനുള്ള സകല ചാൻസും ഉണ്ട്. അതിനു മുമ്പ് ബിഗ് ബോസ് തന്നെ ജിസേലിനെ അടിച്ച് പുറത്തിറക്കുമെന്നൊരു സംശയമുണ്ട്. കാരണം ഓരോ ദിവസവും ഇത് വയലേറ്റ് ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും പ്രശ്നമുണ്ടാകും. ഇന്ന് തന്നെ പല കണ്ടസ്റ്റൻസും അതിനെതിരെ സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇതൊരു ഓപ്പൺ ടോക്കിലേക്കും വീണ്ടും ഒരു കംപ്ലൈൻറ്റിലേക്കും കടന്നു കഴിഞ്ഞാൽ അത് പിന്നെ ജിസേലിന് തന്നെ പ്രശ്നമാകും. ഇതാണെന്നുണ്ടെങ്കിലും ജിസേൽ വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം പിടിച്ച ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ്. ഒത്തിരി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ്. അതുപോലെ തന്നെ മികച്ച രീതിയിൽ ഗെയിമുകളും ടാസ്കുകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് മുൻനിരയിലേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ്. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയൂ, ജിസേൽ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.